السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രസ്തുത പഠനത്തിൻ്റെ ഭാഗമായി സൂറ ബഖറയിലെ 41-ാമത്തെ വചനം ആണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇസ്രായേൽ സന്തതികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ ഓർത്തു നോക്കൂ, നിങ്ങളൊന്ന് പുനരാലോചന നടത്തി നോക്കൂ ഞാൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾ എന്നോടൊരു കരാർ ചെയ്തിരുന്നു, ഞാൻ നിങ്ങളോടും ഒരു കരാർ ചെയ്തു. നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഞാൻ പൂർത്തിയാക്കി തന്നു, തിരിച്ച് നിങ്ങൾ എന്നോടുള്ള ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിയോ? അങ്ങനെ നിങ്ങൾ എന്നോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നു എങ്കിൽ നിങ്ങൾ എന്നെ മാത്രമേ ഭയപ്പെടാവൂ. മറ്റ് ഭൗതികമായിട്ടുള്ള ഒന്നിനെയും നിങ്ങൾ ഭയപ്പെടരുത്. ഇതൊക്കെയായിരുന്നു ആ കരാർ. എന്നാൽ അല്ലാഹു തആല അവൻ്റെ കരാർ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി ഇസ്രായേൽ സന്തതികളിൽ ഏറ്റവും വലിയ അനുഗ്രഹമായ പ്രവാചകന്മാരെ അയക്കുക എന്നുള്ളത്, ഒരു പ്രവാചകന് ശേഷം മറ്റൊരു പ്രവാചകനെ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ കാലചക്രം മുന്നോട്ട് പോയപ്പോൾ ഈ പ്രവാചകന്മാരെ അവർ ആദരിക്കാതെയായി. അവരുടെ ഇടയിൽ ഒരു ഭാരമായി അവർ കരുതി. അങ്ങനെ വേണ്ട ആദരവ് കൊടുക്കാതെ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ പ്രതിനിധിയായ ദൂതന്മാർ ബനി ഇസ്രായേൽ സന്തതികളിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് ദൈവിക വചനമായി നിയോഗിച്ചപ്പോൾ അവർ വേണ്ട ആദരവ് കൊടുക്കാഞ്ഞത് മൂലം അവർക്ക് വന്നു ഭവിച്ച ഭവിഷ്യത്തുകളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അതിൽ ഒരു ഉദാഹരണം ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, when somebody is bestowed with mundane favors of Allah, ഭൗതിക ലോകത്തിലെ ചില അനുഗ്രഹങ്ങൾ അല്ലാഹു തആല ചിലർക്ക് നൽകുമ്പോൾ, when somebody is bestowed with mundane favors of Allah, ഭൗതികമായിട്ട് നമുക്ക് ചുറ്റും നോക്കിക്കാണുന്നത് എന്തും നമ്മുടേതായിട്ട് ഒന്നുമില്ല, അതെല്ലാം അള്ളാഹുവിൻ്റേതാണ്. അവൻ താൽക്കാലികമായി നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച കാര്യങ്ങളാണ്. അങ്ങനെ അവർക്ക് ഒരു അനുഗ്രഹം ചെയ്യുമ്പോൾ അത് ലൈക്ക് മണി, ചിലപ്പം സാമ്പത്തികമായിട്ടുള്ള ധനപരമായിട്ടുള്ള ഉയർച്ചയാകാം. കൈൻഡ്, ചിലപ്പോൾ ദയ, അവർക്ക് ചില ദയോടുകൂടി പെരുമാറാനുള്ള ഒരു
പ്രകൃതം അവർക്ക് ചിലർക്കുണ്ടാകും. അത് അള്ളാഹു നൽകുന്ന ഒരു അനുഗ്രഹമാണ്. ആൻഡ് വെർച്വസ് സ്പൗസസ്, സ്വാത്വികരായ ഇണകളെ അള്ളാഹു താല അവർക്ക് നൽകുന്നു. വെൽത്ത്, ധനസമൃദ്ധി നൽകുന്നു. ആൻഡ് സോ ഓൺ. അങ്ങനെ പലതും ഇഹലോകത്തിലുള്ള കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അവർക്ക് നൽകുന്നു. ഫൈനലി ഹീ ഗെറ്റ്സ് യൂസ്ഡ് ടു ഇറ്റ്. ഒടുവിൽ അവൻ ഇതെല്ലാം ലഭ്യമായി കഴിയുമ്പോൾ അവനത് ഉപയോഗിച്ച് അങ്ങനെ കഴിയുന്നു. ആൻഡ് തിങ്സ് ദറ്റ് ഓൾ ദീസ് ആർ ഹിസ് ഡ്യൂ. അപ്പോൾ അവൻ വിചാരിക്കുന്നു ഇതെല്ലാം അവന് അവകാശപ്പെട്ടതാണ്, അവൻ്റേതാണ് എന്ന്, അവന് മാത്രം അവകാശപ്പെട്ടതാണ്, അവൻ എന്തും ചെയ്യാനുള്ള സാമർഥ്യമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ അവന് വരുന്നു. കാരണം ധനം, നല്ല സ്വാത്വികയായ ഭാര്യ, പിന്നെ സമൂഹത്തിൽ നല്ല നിലയിൽ ഇടപെടാനുള്ള കഴിവ്, ഇതെല്ലാം അവന് ലഭിച്ചിരിക്കുന്നു. സോ ഹീ സ്പെൻഡ്സ് ഹിസ് വെൽത്ത് ലാവിഷ്ലി. അങ്ങനെ ആയി കഴിയുമ്പോൾ അവൻ്റെ ആ ധനം അവനങ്ങ് ലാവിഷായിട്ട് യഥേഷ്ടം അവനങ്ങ് വിനിയോഗിക്കാൻ തുടങ്ങുന്നു. ഈ തന്നിരിക്കുന്ന ധനം എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടതെന്ന് അള്ളാഹു താല അവന് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. നിനക്ക് നൽകുന്ന ധനത്തിൽ നിന്നും ഇന്ന ഇന്ന വഴികളിലൊക്കെ നീ ചെലവഴിച്ചിരിക്കണമെന്ന്. അവൻ അതൊക്കെ അങ്ങ് മറന്നതിന് ശേഷം അവൻ്റെ ഇഷ്ടം എന്ത് തോന്നുന്നോ ആ ഇഷ്ടത്തിനനുസരിച്ച് അവൻ ധനം ചെലവഴിച്ചു തുടങ്ങുന്നു. ഫുൾ ഓഫ് ആരഗൻസ്. അപ്പോഴത്തേക്ക് അവന് ഈ ധാർഷ്ട്യം കൂടെ വരും. ഒരു മനുഷ്യൻ ആരെ എനിക്കൊന്നും കൂസേണ്ട യാതൊരു കാര്യമില്ല, ഞാൻ എല്ലാത്തിൻ്റെയും എനിക്കെല്ലാം ഉണ്ട്, എന്നെ ഒരുത്തനും ഇതൊന്നും ചെയ്യണ്ട എന്നുള്ള ഒരു മനോഭാവം കൂടി വന്ന് ആ വിനയവും ദയയും നന്മയും ഒക്കെ അങ്ങോട്ടങ്ങ് മാറി പണസമൃദ്ധിയിലും അവൻ്റെ താന്തോന്യത്തിലും അവനങ്ങനെ കഴിഞ്ഞുകൂടുന്നു. ഹി ഇൽ ട്രീറ്റ്സ് ഹിസ് സ്പൗസ്. അങ്ങനെ സ്വാത്വികയായ തനിക്ക് ലഭിച്ച ആ ഭാര്യയോട് മോശമായ നിലയിൽ അവൻ പെരുമാറാൻ തുടങ്ങുന്നു. ആൻഡ് ഡസ് നോട്ട് ഷോ എനി ഇൻട്രസ്റ്റ് ഇൻ ഹെർ. അങ്ങനെ അവളോട് യാതൊരു താല്പര്യവും കാണിക്കാതെ വരുന്നു. അത് സാത്വികരായ അടങ്ങി ഒതുങ്ങി കഴിയുന്ന നല്ല സ്ത്രീകളായിട്ടുള്ള ഒരാളെ കിട്ടിക്കഴിയുമ്പോൾ അതൊരു താൽക്കാലികവുമായ ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവന് യാതൊരു താല്പര്യവുമില്ലാതെ വരുന്നു. ആസ് ഹി തിങ്സ് ദാറ്റ് ഹീ ഈസ് ദ സോൾ പൊസസർ ഓഫ് റിച്ചസ്. എല്ലാ ധനത്തിൻ്റെയും ഉടമസ്ഥാവകാശം തനിക്കാണ് എന്ന് കരുതുന്നു. ആൻഡ് തസ് ഹി ക്യാൻ ഹാവ് ആസ് മെനി വിമൻ. അതുകൊണ്ട് തനിക്ക് അനേകം സ്ത്രീകളെ സ്വായത്തമാക്കാം എന്ന് അവൻ കരുതുന്നു. ആസ് ഹി വാണ്ട്സ്. അവൻ ആഗ്രഹിക്കുന്നത് പോലെ സ്ത്രീകൾ എത്ര വേണമെങ്കിലും ആകാം എന്നുള്ള നിലയിലേക്ക് അവൻ, എന്ന് പറഞ്ഞാൽ എല്ലാ സാത്വികതകളും അവൻ വലിച്ചെറിഞ്ഞ് ഇന്നത്തെ ആധുനിക ലോകത്തിലെ ഈ കൊള്ളരുതായ്മകളിലേക്ക് അവൻ്റെ സമ്പൽ സമൃദ്ധിയും അവന് ഭൗതികമായി ലഭിച്ച കഴിവുകളും അതുപോലെ തനിക്ക് ലഭിച്ച ആരോഗ്യത്തെയും അവൻ വലിച്ചെറിയുകയാണ്, താന്തോന്നിയായിട്ട് പോകുന്നു. ഫോർ ഹീ ക്യാൻ അഫോർഡ് ടു സ്പെൻഡ് ഓൺ ദം. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എത്ര വേണമെങ്കിലും ലാവിഷായിട്ട് ചിലവഴിക്കാൻ അവൻ്റെ പണമുണ്ട്. അവൻ അങ്ങനെ അങ്ങോട്ട് ചിലവഴിച്ചു തുടങ്ങുന്നു. ഹീ ഡസ് നോട്ട് റിയലൈസ് ദറ്റ് ഓൾ ഹീ പൊസസ് ബിലോങ് ടു അല്ലാഹ്. എന്നാൽ അവൻ മനസ്സിലാക്കുന്നില്ല, എക്സാൾട്ടഡ് ഇസ് ഹീ, സമാനതകളില്ലാത്ത അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്, അവൻ നൽകിയതാണ് ഇതൊക്കെ എന്നുള്ള കാര്യം അവന് മാത്രം അവകാശപ്പെട്ടതുമാണ്. നമുക്ക് തൽക്കാലം നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുവാനും മറ്റുള്ളവർക്ക് ഇത് നൽകുന്നതിനും വേണ്ടി നമ്മെ ഏൽപ്പിച്ചതാണ് എന്നുള്ള പരമമായ യാഥാർത്ഥ്യം അവൻ മറന്നുപോകുന്നു. ആൻഡ് ദീസ് തിങ്സ് ആർ മിയർലി ടെമ്പററി പ്രോപ്പർട്ടീസ് ഇൻ ഹിസ് ഹാൻഡ്സ്. അവൻ്റെ കയ്യിലിരിക്കുന്ന ഈ ധനങ്ങളൊക്കെ വെറും താൽക്കാലികമായ വസ്തുവകകൾ മാത്രമാണ്. അപ്പോൾ നാം ഇങ്ങനെ ശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ശ്വാസം മുകളിലോട്ടോ താഴോട്ടോ പോകാത്ത ഒരു സ്റ്റേജ് ഏത് നിമിഷത്തിലും നമ്മളിലേക്ക് കടന്നു വരാം. അവിടെ അവസാനിക്കുന്നു അവൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും, അവൻ്റെ എല്ലാ അഹങ്കാരങ്ങളും, അവൻ്റെ എല്ലാ അഹന്തകളും അവിടെ അവസാനിക്കും. ഒന്നും അവൻ്റേതല്ലാതായിത്തീരുന്നു. അവൻ വെറും ബോഡിയായി മാറി. പിന്നീട് അവൻ എങ്ങോട്ട് പോയി എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഇഹലോകത്തിരിക്കുന്ന ആർക്കും അറിയില്ല. അങ്ങനെയുള്ള വെറും ഒരു താൽക്കാലികമായ ഈ ലോകത്ത് വെട്ടിപ്പിടിക്കുവാനും പടപൊരുതുവാനും അന്യനെ
നശിപ്പിക്കുവാനും മറ്റുള്ളവർക്ക് പീഡനങ്ങളും വിഷമങ്ങളും ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ സുഖമായിട്ട് നമ്മൾ ജീവിക്കുവാൻ കഴിയും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ അറിഞ്ഞിരിക്കുക, നിങ്ങളുടെ കയ്യിൽ വന്നിരിക്കുന്നതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അവൻ നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെ അവൻ കൽപ്പനകളിലൂടെ നമുക്ക് ഉപദേശം നൽകുന്നുണ്ട്. 700 കൽപ്പനകളിലൂടെ എങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്ന്. ആ നിലയിൽ നിങ്ങൾ ഉപയോഗിച്ച് അവൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി സാത്വികമായ ജീവിതം നയിക്കുകയാണ്. ഈ കാര്യം ഉണർത്തുന്നതിന് വേണ്ടിയാണ് എന്നെ ഈ നൂറ്റാണ്ടിൽ വിട്ടിരിക്കുന്നത്. എനിക്ക് ഈ സമൂഹത്തിൽ നിന്ന് ഒരു പണമോ പദവിയോ എനിക്ക് ആവശ്യമില്ല. എന്നെ അല്ലാഹു തആല മുഹീദ്ദീനായി, ഈ ദീനിനെ ജീവിപ്പിക്കുന്നവനായി മാനവകുലത്തിലേക്ക് നിയോഗിച്ചിരിക്കുകയാണ്. നിങ്ങളിത് സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുന്നതാണ്. ഇത് നിങ്ങൾ തിരസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും എനിക്കുമിടയിൽ അല്ലാഹു തആല തീർപ്പ് കൽപ്പിക്കുന്നതാണ്. ഞാൻ ഈ നൂറ്റാണ്ടിലെ മുഹീദ്ദീനാണ് എന്ന് ഞാനിതാ അള്ളാഹുവിനെ സാക്ഷി നിർത്തി ലോകത്തോട് പ്രഖ്യാപിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ദീനുൽ ഇസ്ലാമിൻ്റെ പരിശുദ്ധമായ സേവകനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആരെങ്കിലും ഭൂമുഖത്ത് എന്തെങ്കിലും നേടാമെന്ന് കരുതുന്നുവെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ് എന്ന് ഹസ്രത്ത് ഖലീഫത്ത്. ദീസ് തിങ്സ് ആർ മിയർലി ടെമ്പററി പ്രോപ്പർട്ടീസ് ഇൻ ഹിസ് ഹാൻഡ്സ്. തൻ്റെ കയ്യിൽ താൽക്കാലികമായി ലഭിച്ചിരിക്കുന്ന വെറും സാധന സാമഗ്രികൾ മാത്രമാണ് ഇഹലോക കാഴ്ചകൾ. അപ്പോൾ ഈ നിലയിലാണ് ഉള്ളത് എന്ന സത്യം അവർ മറന്നുപോയി. എന്നിട്ട് പ്രവാചകന്മാർ വന്ന് ഈ നന്മ ഉപദേശിക്കുമ്പോൾ അത് ചെവി കൊടുക്കുവാൻ അവർക്ക് സമയമില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. അങ്ങനെ അവൻ ഈ ലോകത്തിൻ്റെ കാഴ്ചകളിൽ മയങ്ങിപ്പോയി കിടക്കുകയാണ്. മറ്റൊരു ഉദാഹരണത്തിലൂടെ ഈ കാര്യം വിശദമാക്കാൻ ശ്രമിക്കുന്നു. ദ മന്ത് ഓഫ് റംസാൻ കംസ് എവരി ഇയർ. എല്ലാ വർഷവും റംസാൻ മാസം വരാറുണ്ട്. ആൾ മുസ്ലിംസ് അവൈറ്റ്സ് ഇറ്റ്സ് കമ്മിങ്. ഇത് വരുന്നതിന് എല്ലാ മുസ്ലിങ്ങളും കാത്തിരിക്കുകയാണ്. 1 month ബിഫോർ, ഒരു മാസം മുമ്പ് മുതൽ തന്നെ ദേ ഗോ ഷോപ്പിംഗ്. അവർ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടാൻ തുടങ്ങും. ബൈ നൈസ് ഫുഡ്സ്, നല്ല ആഹാരങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിനുള്ളതൊക്കെ വാങ്ങിക്കും. ആൻഡ് ക്ലോത്ത്സ് ഫോർ ഈദ്, പെരുന്നാളിന് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ വാങ്ങിച്ചു വെക്കും. ക്ലീൻ ദ ഹൗസ് ഇൻ എവരി കോർണർ, വീടെല്ലാം അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കും. വാഷ് ഓൾ ദ കർട്ടൻസ്, വിൻഡോ പെയിൻസ്, ജനൽ ചില്ലുകൾ, ഇതെല്ലാം കഴുകി തൂത്ത് തുടച്ച് ഈ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ചെയ്യും. ദേ ഗോ ഫാർ അവേ അറ്റ് സീ ടു സെർച്ച് ഫോർ ദ ന്യൂ മൂൺ. അങ്ങ് സമുദ്രതീരത്ത് ദൂരെ അവർ പോകും ഈ പുതിയ ചന്ദ്രോദയം കാണാൻ വേണ്ടി. ടു കീപ് ദ ഫാസ്റ്റിംഗ്, റമദാൻ മാസത്തിൽ വ്രതമനുഷ്ഠിക്കാൻ വേണ്ടി. ഡ്യൂറിങ് ദ ഫസ്റ്റ് വീക്ക്, പ്രഥമ ആഴ്ചയിൽ, all the mosques are full of those who fast. ഈ വ്രതാനുഷ്ഠാനക്കാരെ കൊണ്ട് പള്ളികൾ മുഴുവൻ നിറയും. ആൻഡ് ഈവൻ ദ വൺസ് ഹു കനോട്ട് ഫാസ്റ്റ്, ഇനി നോമ്പ് പിടിക്കാൻ വയ്യാത്തവരും ആ പള്ളിയിൽ അങ്ങ് എത്തും. ദേ സ്റ്റേ ആൻഡ് ഫോളോ ലോങ് റെസിറ്റേഷൻ ഓഫ് ദ ഖുർആൻ. അങ്ങനെ അവർ അവിടെ താമസിച്ച് അവർ ദീർഘമായിട്ട് ഖുർആൻ പാരായണം തുടങ്ങും. ഇൻ തറാവീഹ് ആൻഡ് തഹജ്ജുദ് പ്രേയേഴ്സ്, തറാവീഹ് നമസ്കാരത്തിലും തഹജ്ജുദ് നമസ്കാരത്തിലുമായിട്ട് അങ്ങനെ അവർ കഴിയുന്നു. ബട്ട് ആഫ്റ്റർ സം ഡേയ്സ്, ഒരു ആഴ്ച അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം, മോസ്റ്റ് ഓഫ് ദീസ് പീപ്പിൾ ആർ ഫെഡ് അപ്പ്. ഇതിലെ ബഹുഭൂരിഭാഗം ആളുകളും മടുപ്പുള്ളവരായിത്തീരും. ആദ്യത്തെ ആ ഒരു ആവേശമൊക്കെ ഒന്ന് കാണിക്കും, പക്ഷേ പിന്നീട് അവർ അത് മടുപ്പായ വശം കെട്ടവരായി അത് തീരും. ദേ റിജക്ട് ദ ഐഡിയ ഓഫ് സിൻസിയർ ഫാസ്റ്റിംഗ്. പിന്നീട് ആത്മാർത്ഥമായിട്ടുള്ള വ്രതാനുഷ്ഠാനം അവർ ഉപേക്ഷിക്കും. ദേ ഗെറ്റ് ടയർഡ് ഈസിലി. അവർക്ക് വലിയ ക്ഷീണമാണ്. പിന്നെ നോ തറാവീഹ്, പിന്നീട് ആ തറാവീഹ് നമസ്കാരം അങ്ങ് നിൽക്കും. നോ തഹജ്ജുദ്, പിന്നെ തഹജ്ജുദ് നമസ്കാരവും പതുക്കെ അങ്ങ് നിൽക്കും. സ്ലീപ്പിംഗ് ഈസ് ദെയർ ബെസ്റ്റ് റെമഡി. പിന്നീട് അവരുടെ ഏറ്റവും വലിയ സുഖം എന്ന് പറഞ്ഞാൽ കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ്. ഡ്യൂറിങ് ദ ഡേ ടൈം, ഈ പകൽ സമയത്ത് കിടന്ന് ഉറങ്ങും. വിത്ത് ഹാർഡ്ലി സം വേർഡ്സ് ഓഫ് ദിക്കർ. അവിടെ കിടന്ന് ചിലപ്പം ചില ദിക്കറുകൾ പറയും. ആൻഡ് ദ റെസിറ്റേഷൻ ഓഫ് ദ ഹോളി ഖുർആൻ ഈസ് ഷോർട്ടൻഡ്. വിശുദ്ധ ഖുർആൻ എൻ്റെ പാരായണവും അങ്ങ് നിലയ്ക്കും, അല്ലെങ്കിൽ അത് ചുരുക്കമാക്കും.
അപ്പോൾ ഇൻ ബ്രീഫ്, ചുരുക്കത്തിൽ, ദ സിൻസിരിറ്റി ദേ ഹാഡ് അറ്റ് ദ ബിഗിനിങ്, ആരംഭത്തിലുണ്ടായിരുന്ന ആ ആത്മാർത്ഥത ബിഗിൻസ് ടു ഡിമിനിഷ്, അങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങും. ദിസ് ഈസ് ഹൗ പീപ്പിൾ ലോസ് ദെയർ ഫെയ്ത്ത്, അവരുടെ വിശ്വാസം നശിക്കുവാനുള്ള കാരണം ഇതാണ്. അത് നമ്മൾ ആദ്യമൊക്കെ ചില കാര്യങ്ങൾക്ക് നമ്മൾ വളരെ വലിയ ആവേശം കാണിക്കും, പിന്നീട് അത് താനേ അങ്ങ് ഡിമിനിഷായി പോവും, കുറഞ്ഞു പോവും. ദിസ് ഈസ് ഹൗ പീപ്പിൾ ലോസ് ദെയർ ഫെയ്ത്ത്. ഇങ്ങനെ ആയി കഴിയുമ്പോൾ പിന്നീട് അങ്ങനെ ആയിട്ട് തന്നെ തോന്നും. ഇപ്പം ചില ആളുകളുടെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പോൾ അഹമ്മദിയ ജമാഅത്തിലും ചന്ത കൊടുക്കാൻ ചിലർ മടിക്കുന്നു. എന്തിനാ കൊടുക്കുന്നത്? ഇതൊന്നും മസീഹ് പറഞ്ഞതുപോലെ അല്ല ചെയ്യുന്നത് എന്ന് പറയുന്നു. അങ്ങനെ വിശ്വാസം അങ്ങ് കുറഞ്ഞു വരുന്നു. അപ്പോൾ യാഥാർത്ഥ്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് അവർ മുന്നോട്ട് പോകുന്നില്ല. ദേ യൂഷ്വലി സേ ദാറ്റ് ദേ ആർ ഫെയ്ത്ത്ഫുൾ ടു അള്ളാഹ്. അവർ ചുമ്മാ സാധാരണ പറയുന്ന ഒരു വാക്ക് മാത്രമാണ് ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന്. അള്ളാഹുവിൽ യഥാർത്ഥത്തിൽ ആരും വിശ്വസിക്കുന്നില്ല. ആൻഡ് ഹിസ് കമാൻഡ്മെൻറ്റ്സ്, അവൻ്റെ കൽപ്പനകളിലും വിശ്വസിക്കുന്നില്ല. വെറുതെ പറയുകയാണ് ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ വിശ്വസിക്കുന്നു എന്ന്. ബട്ട് ഇൻ ഫാക്ട്, വസ്തുത ഇതാണ്, ഗ്രാജ്വലി ദെയർ ഹാർട്ട്സ് ഡീവിയേറ്റ് ഫ്രം ദ റൈറ്റ് പാത്ത്. ക്രമേണയായിട്ട് ശരിയായ പാതയിൽ നിന്ന് അവരുടെ ഹൃദയങ്ങൾ വഴിമാറിപ്പോകുന്നു. ആൻഡ് തസ് ദേ സ്റ്റോപ്പ് റെക്കഗ്നൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ മെസ്സഞ്ചർ. അങ്ങനെ ആയി അവർ പ്രവാചകന്മാർ വരുന്നതിൻ്റെ പ്രാധാന്യം തന്നെ അവർ അവഗണിച്ച് കളയുന്നു. ബനി ഇസ്രായേലുകൾക്ക് സംഭവിച്ച കാര്യങ്ങളാണ് ഈ പറയുന്നത്. അങ്ങനെ ഇവരിങ്ങനെ ഒരു പ്രവാചകൻ വന്നാൽ അതിൻ്റെ പുറകെ അടുത്ത ആൾ വരുന്നു, ഇവരെയൊക്കെ നമ്മൾ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന എന്തിനാ എന്നുള്ള മനോഭാവത്തിലേക്ക് അവർ മാറുകയാണ്. ദേ സ്റ്റോപ്പ് റെക്കഗ്നൈസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ മെസ്സഞ്ചർ ആൻഡ് റെവലേഷൻസ് ഓഫ് അള്ളാഹ്. അള്ളാഹുവിൽ നിന്നുള്ള വെളിപാടിൻ്റെയും അള്ളാഹു നിയോഗിക്കുന്ന പ്രവാചകന്മാരുടെയും പ്രാധാന്യം അവർക്ക് പിന്നെ ഇല്ലാതാവുന്നു. അങ്ങ് ഇതൊന്നും വലിയ കാര്യമില്ലാന്ന്. ദേ ഷോ മച്ച് ഡിസൊബീഡിയൻസ്. അവർ അങ്ങനെ അനുസരണയില്ലാത്തവരായിത്തീരുന്നു. സാധാരണ അനുസരണയില്ലാത്തതല്ല, ഭയങ്കരമായ അനുസരണക്കേട് കാണിക്കുന്ന ആളുകളാണ്. ടു ഹിം ഇൻ ഹിസ് പ്രസൻസ്, ആ ദൂതൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഇവർ അനുസരണയില്ലാത്തവരായി മാറുന്നു. ആൻഡ് നൗ ജസ്റ്റ് ഇമാജിൻ, ഇപ്പോൾ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ, വാട്ട് ഹാപ്പൻസ് വെൻ ഹി ലീവ്സ് ദിസ് വേൾഡ് ഫോർ എവർ. എന്നേക്കുമായി അവൻ ഈ ലോകം വിട്ടു പോകുമ്പോൾ അവൻ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഡു യു തിങ്ക് പീപ്പിൾ വിൽ അറ്റാച്ച് ദംസെൽവ്സ് ടു സ്പിരിച്വാലിറ്റി? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആളുകൾ സ്വയം അങ്ങ് ആത്മീയതയിലേക്ക് ചേർന്ന് നിൽക്കുമെന്ന്? Don't you think that their heart will be darkened in less than no time? അവരുടെ ഹൃദയങ്ങൾ കറുത്തു പോകില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. നമ്മുടെ ഹൃദയങ്ങളൊക്കെ കറുത്തു പോകും, ഇരുണ്ടു പോകും, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിന്നില്ല എങ്കിൽ. കാരണം ഒരു ദിവസം നമ്മൾ പതുക്കെ ഒരു നിസ്കാരത്തിന് ഒരു അലസത കാണിച്ചു, പിറ്റേന്ന് പിന്നെ ശരി കൂടെ കഴിയട്ടെ. ഇത് നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞെന്താ? ഇന്ന സലാത്ത കിതാബൻ മൗഖൂത്ത. അല്ലാഹു തആല അതിനൊരു നിർണിത സമയം വെച്ചിരിക്കുകയാണ്. ആ ടൈമിൽ തന്നെ അത് ചെയ്യണം. അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അവൻ നോക്കുന്നത്. എൻ്റെ കൽപ്പന അനുസരിച്ച് അവൻ ചെയ്യുന്നോ അതോ അവന് തോന്നിയതുപോലെ ചെയ്യുന്നോ, ഇതാണ് അല്ലാഹു തആല നോക്കുന്നത്. അതുകൊണ്ട് ഓരോ മനുഷ്യനെയും അല്ലാഹു ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. വാട്ട് ഈസ് ഹി ഡൂയിങ്? അവൻ എന്താ ചെയ്യുന്നത്? വാട്ട് ഈസ് ഹിസ് ഇന്നർ ഫീലിങ്സ്? അവൻ്റെ ആന്തരികമായ വികാരങ്ങൾ എന്താണ്? ഇത് അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ്. അങ്ങനെയുള്ള സൂക്ഷ്മജ്ഞാനായ ഒരു അല്ലാഹു നമ്മളെ ചുറ്റും വലയം ചെയ്തിരിക്കുന്നു, നമ്മുടെ ഉള്ളിലിരിക്കുന്നു. അവൻ സദാ കണ്ടുകൊണ്ടിരിക്കുന്നു, അവൻ സദാ കേട്ടുകൊണ്ടിരിക്കുന്നു, അവൻ സദാ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യ ബോധ്യമുള്ള ഒരാളാണ് അല്ലാഹുവിൽ വിശ്വസിക്കുന്നത്. അവൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നത് അവന് ഭയാനകമായ ഒരു അവസ്ഥയായിട്ട് മാറും. അവൻ്റെ കൽപ്പനകൾ നിറവേറ്റിയില്ല എങ്കിൽ അവൻ അപ്പോൾ തന്നെ അതിനേക്കാൾ നല്ലത് മരിച്ചു പോകുന്നതാണ് എന്നുള്ളൊരവസ്ഥയിലേക്ക് വരും. അതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ മെയിൻ റീസൺ വൈ അള്ളാഹ് ഹാസ് ടു സെൻഡ് സമൺ ഫ്രം ഹിം. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ അശ്രദ്ധനായി ആ നിലയിൽ നമ്മുടെ ഹൃദയം വഴിതെറ്റി പോകുമ്പോൾ അള്ളാഹു തആലയ്ക്ക് അറിയാം, അപ്പോഴെ ഒരാളിനെ നിയോഗിച്ചില്ല എങ്കിൽ അവരെല്ലാം സാത്വികരായ ആളുകൾ പോലും വഴിതെറ്റിപ്പോകുന്ന അവസ്ഥയിലേക്ക് വരും.
അപ്പോൾ അള്ളാഹു, ദിസ് ഈസ് ദ മെയിൻ റീസൺ, ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. വൈ അള്ളാഹ് ഹാസ് ടു സെൻഡ് സമ്മൺ ഫ്രം ഹിം, അള്ളാഹുവിൽ നിന്ന് ഒരാളെ നിയോഗിക്കുന്നതിന്. ഫ്രം ടൈം ടു ടൈം, കാലാകാലങ്ങളിൽ അവനത് നിയോഗിച്ചു. ടു ഇല്യൂമിനേറ്റ് ദീസ് ഡാർക്ക് ഹാർട്ട്സ്, ഈ ഇരുണ്ട് പോയ ഹൃദയങ്ങൾക്ക് വെളിച്ചം നൽകുന്നതിന് വേണ്ടി. ഇതൊരു 300 കഴിയുമ്പോൾ ഈ അടുത്ത തലമുറ, പുതുതലമുറകളാണ് വരുന്നത്. അവരാരും ഖുർആനും നബിവചനങ്ങളും ഈ ചര്യയും ഇതൊന്നും ആ ഉപദേശങ്ങളും ഒന്നും വേണ്ടതുപോലെ അവരുടെ വീട്ടിൽ നിന്നൊന്നും കിട്ടിയ ആ നിലയിൽ അത് മുന്നോട്ട് പോകാനൊക്കില്ല. അപ്പോൾ ആ വെളിച്ചം നൽകുന്നതിന് വേണ്ടി ഒരു ഇമാമിനെ വിട്ട് കഴിയുമ്പോൾ ആ ഇമാമ് നൽകുന്ന ആ അടിച്ച് വീശുന്ന ആ ഭയാനകം വലിയ നിലയിലുള്ള ആ പ്രകാശധാര നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് ചലനമുണ്ടാവും, ഒരു പുതിയ ജീവിതത്തിലേക്ക് വരും. അതുകൊണ്ടാണ് അല്ലാഹു തആല ഈ നൂറ്റാണ്ടിൽ ഖലീഫത്തുള്ളാഹിക്ക് ലോകത്തിൻ്റെ മുമ്പിൽ പറയാൻ വേണ്ടി പ്രഥമമായിട്ട് ഇറക്കിയ വഹിയിൽ എറേസ് ആൻഡ് ക്രിയേറ്റ് എ ന്യൂ വേൾഡ്, നീ ഒന്ന് എഴുന്നേക്ക്, എന്നിട്ടൊരു പുതുലോകം സൃഷ്ടിക്കൂ. ഇതൊന്ന് പോയല്ലോ, കഴിഞ്ഞു. ഓക്കെ, ജസാക്കല്ലാഹ്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.